അപ്പോ നമ്മള് കരുതിയിരുന്ന പോലുള്ള ഒരടുപ്പം അല്ല അവര് തമ്മിലുള്ളത്. അതിനേക്കാൾ വളരെ ആഴത്തിലുള്ളതാ. അക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അർച്ചനയ്ക്ക് ഇത് തന്നെ കിട്ടണം. ഭർത്താവിനെ കുറിച്ച് അത്രയ്ക്ക് വിശ്വാസമായിരുന്നല്ലോ അവക്ക്. എല്ലാം ഇതോടെ തെറ്റും. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നാണല്ലോ. അങ്ങനെ എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടിട്ട് നമുക്കെന്താ നേട്ടം? ഇതൊരു ഗോൾഡൻ ചാൻസാ. ലക്ഷ്മിയിൽ തട്ടി സച്ചിയുടെയും അർച്ചനയുടെയും ജീവിതം തകരണം. പ്രാണനെ പോലെ അവള് സ്നേഹിക്കുന്ന സച്ചിക്ക് ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് അവള് മനസ്സിലാക്കണം. ഇക്കാര്യം അറിഞ്ഞാൽ അർച്ചന എന്നല്ല ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയില്ല. ഇനിയും കാത്തിരിക്കണോ? കയ്യിൽ കിട്ടിയ ഈ ആയുധം എടുത്ത് ഉപയോഗിച്ചുകൂടെ? ഇല്ല, ഇനിയും കാത്തിരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ചാൻസ് ഉപയോഗിക്കാൻ തന്നെയാ എന്റെ തീരുമാനം. ഭാര്യ പ്രസവിച്ചെടുക്കുമ്പോ ഭർത്താവിന്റെ ഒരു ലീലാവിലാസം. അർച്ചനയുടെ മനസ്സിൽ സംശയത്തിന്റെ ഒരു വിത്തിട്ടാ മതി. സച്ചിയെക്കുറിച്ചുള്ള അർച്ചനയുടെ എല്ലാ വിശ്വാസവും പൊട്ടി തകർന്നോളും. സ്വന്തം ഭർത്താവിനെ 7 വർഷം പൂട്ടിയിട്ട് പീഡിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ കൂടെ കറങ്ങി നടന്ന നിങ്ങളാ എന്റെ ഭർത്താവിന്റെ സദാചാരത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്റെ സച്ചേട്ടൻ എന്നോട് അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് 100% ബോധ്യമുണ്ട്. എന്റെ ഭർത്താവിന് അവിഹിതം ഉണ്ടെങ്കിലേ ഞാനതങ്ങ് സഹിച്ചു. മേലിൽ ഈ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത്. വെച്ചിട്ട് പോയേ. മതി. സംശയത്തിന്റെ ഒരു തീപ്പൊരി അത് അർച്ചനയുടെ മനസ്സിൽ വീണു കഴിഞ്ഞു. അർച്ചനയല്ല, അവളേക്കാ വലിയ സാവിത്രി ആയ പോലും ഈ നിമിഷം മുതൽ അവള് ഭർത്താവിനെ സംശയിക്കാൻ തുടങ്ങും. എനിക്കത് ഉറപ്പാ. കാരണം ഈ ലോകത്ത് ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റാത്തതായ ഒരു കാര്യമേ ഉള്ളൂ: സ്വന്തം ഭർത്താവിന്റെ വിശ്വാസവഞ്ചന. ഹലോ ചേച്ചി, മോളെന്തെയ്യുവാ? ഉറങ്ങുവാണോ? ഞാൻ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാനോ. എന്തോ ചേച്ചി? അതെ, സച്ചേട്ടനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വീട്ടിലില്ലേ? അതിന് സച്ചേട്ടൻ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. അല്ല, ഇത്ര നേരമായിട്ട് വിളിച്ചതുമില്ലേ? എന്നെ വിളിച്ചില്ല. സന്ദീപിനെ വിളിച്ചെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തു പറ്റി ചേച്ചി? നിങ്ങൾ തമ്മില് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇന്നലെ രാത്രിയും ചേച്ചി വിളിച്ചില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. എന്ത് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല ചേച്ചി. നീ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാവേ. സച്ചേട്ടൻ എന്നിൽ നിന്ന് എന്തോ മറക്കുന്നുണ്ടല്ലോ. സച്ചേട്ടൻ ഉറങ്ങിയോ? ഇല്ല, ഞാൻ ഉറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇന്നിനി പുറത്തെങ്ങും പോകുന്നില്ലല്ലോ അല്ലേ? അതാ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്താണ് സച്ചേട്ടന്റെ മനസ്സിലെന്ന് അറിയണം. അതിന് ഇനി ഇവിടെ നിന്നാ പറ്റില്ല. എത്രയും വേഗം നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു പോയേ പറ്റൂ. ഇതറിയുമ്പോ ഇവിടെ ആരും സമ്മതിക്കില്ല. എനിക്കിപ്പോ എന്റെ സച്ചേട്ടന്റെ കാര്യം തന്നെ ഏറ്റവും പ്രധാനം. പോകുന്നത് തന്നെയാ നല്ലത്.
അച്ചു ഇതെന്തുവാ? നീ അലമാരയിലിരുന്ന ഡ്രസ്സൊക്കെ എന്തിനാ ബാഗിലെടുത്ത് വെക്കുന്നേ? ഞാനും കുഞ്ഞും കൂടി നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു പോവാം. തിരിച്ചു പോവാനോ? നീ എന്താ തമാശ പറയാണോ? ഞാൻ തമാശ പറഞ്ഞതല്ല, സത്യം പറഞ്ഞേ. ഇപ്പൊ തന്നെ നെല്ലിശ്ശേരിയിലേക്ക് പോവാം. എന്തിന്? പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങളെ തിരിച്ചു വിളിച്ചോണ്ട് പോകുന്നതിനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട് നാട്ടില്. അല്ലാതെ തോന്നുമ്പോ ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. എന്റെ കാര്യം എനിക്കല്ലേ അറിയൂ. അമ്മയും അച്ഛനും അനുപേട്ടനൊക്കെ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? ദേ, നിന്റെ അഹങ്കാരത്തിന് ഞാനും കൂട്ടു നിൽക്കില്ലേ? ആയുർവേദ ചികിത്സയാണെങ്കിൽ ഇപ്പൊ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതിനിടയില് ഈ വക വർത്താനമൊക്കെ. നിനക്ക് എന്താടി പറ്റിയേ? ഇതുവരെ ഒന്നും പറ്റിയില്ല, പക്ഷെ പറ്റാതിരിക്കാൻ ഇപ്പൊ പോകുന്നേ. ദേ, നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. നീ ഇപ്പൊ പോകാൻ ഇറങ്ങിയ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. ഭൂകമ്പോ ഭൂമി ഒലുക്കോ എന്തുണ്ടായാലും എനിക്ക് പോയേ പറ്റൂ. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ വാശി പിടിച്ച് തീരുമാനം എടുക്കാൻ? എനിക്ക് എന്റെ അമ്മുക്കുട്ടിയെ കാണണം. അവളില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതിന് മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ? അതൊന്നും പറ്റില്ല, എനിക്ക് പോയേ പറ്റൂ. അമ്മേ